അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ് ഫഇന്ന ഖൈറൽ ഹദീസ് കിതാബുല്ലാ വഖൈറൽ ഹദി ഹദി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വശർറൽ ഉമൂരി മുഹ്ദസാത്തുഹാ വകുല്ല മുഹ്ദസത്തിൻ ബിദ്അ വകുല്ല ബിദ്അത്തിൻ ളലാല. പ്രിയപ്പെട്ട MSMൻ്റെ ഭാരവാഹികളെ, പ്രിയപ്പെട്ട മക്കളെ, രാവിലെ തുടങ്ങി നിങ്ങളിങ്ങനെ ഒരുപാട് ഉപദേശങ്ങൾ, ഒരുപാട് നിർദ്ദേശങ്ങൾ, വൈജ്ഞാനികമായ ഒട്ടനേകം കാര്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. മാതാപിതാക്കളും മക്കളും എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും, എത്ര കാലമായി ഇതൊക്കെ കേൾക്കാൻ തുടങ്ങിയിട്ട്, എപ്പോഴും ഇതൊക്കെ തന്നെയല്ലേ എന്നൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. വിശുദ്ധ ഖുർആൻ നമുക്ക് ഏറ്റവും പ്രതിഫലം കിട്ടുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോഴൊക്കെ കൂടുതൽ തവണ ആവർത്തിച്ച് പറയും. അത് നമുക്ക് ശ്രദ്ധയും നമുക്ക് ജീവിതത്തിൽ ഒരു ബോധവും നമുക്ക് പരലോകത്തേക്ക് ഒരു മുതൽക്കൂട്ടുമായിരിക്കാനുള്ള കാര്യങ്ങളാണ് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കാം. അതുകൊണ്ട് തന്നെ ഒരുപാട് തവണ കേട്ടിട്ടും നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ വർത്തമാന കാലഘട്ടത്തിൽ ഒരുപാട് കുട്ടികൾ തെറ്റിപ്പോകുന്നത്, അല്ലെങ്കിൽ അവർ മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്നത് ഈ ഒരു കാര്യമാണ്. വിശുദ്ധ ഖുർആനിൽ മാതാപിതാക്കളെ അവരോടുള്ള കടപ്പാടിനെ കുറിച്ച് പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതിലെപ്പോഴും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരായത്താണ് സൂറ ഇസ്രാ 17-ാമത്തെ അധ്യായം 23-ാമത്തെ ആയത്ത്. വഖളാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാന ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബർ അഹദുഹുമാ ഔ കിലാഹുമാ ഫലാ തഖുൽ ലഹുമാ ഉഫിൻ വലാ തൻഹർഹുമാ വഖുൽ ലഹുമാ ഖൗലൻ കരീമ. പിന്നെ അതിനോട് അടുത്ത ആയത്തും ഇതേ കാര്യം തന്നെയാണ് പറയണത്. ഞാൻ പറഞ്ഞു വരുന്നത്, അള്ളാഹു ആദ്യമായിട്ട് പറഞ്ഞിരിക്കുന്നൊരു കാര്യം എന്ന് പറയുന്നത്, അള്ളാഹുവിനെ അല്ലാതെ മറ്റാരെയും വിളിച്ച് തേടരുത് എന്നതാണ്. അള്ളാഹുവിനോടുള്ള കടപ്പാട്, ബാധ്യത, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള അനുസരണം, ഇതൊക്കെ കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും അടുത്തതായിട്ടുള്ളത് മാതാപിതാക്കളാണ് എന്ന് നമുക്കറിയാം. അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു, അവനെ അല്ലാതെ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്യരുത് എന്ന് അള്ളാഹു നിങ്ങളോട് വിധിച്ചിരിക്കുന്നു. എന്നിട്ട് ചേർത്ത് പറഞ്ഞതാണ് വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം എന്നത്. അപ്പോൾ നന്മ ചെയ്യണം എന്ന് പറയുമ്പോൾ എന്താണ്? അവരെ അനുസരിക്കണം, അവരോട് നല്ല വാക്കുകൾ പറയണം, അവരെ വിഷമിപ്പിക്കരുത്, അവർക്ക് പ്രയാസം ഉണ്ടാകുന്ന കാര്യങ്ങളൊന്നും ചെയ്യരുത്. ഇതൊക്കെയാണല്ലോ നല്ല വാക്കുകൾ പറയണം എന്ന് പറയുമ്പം. എന്നിട്ട് പറഞ്ഞു ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറു കിബ്ര അഹദുഹുമാ ഔ കിലാഹുമാ ഫലാ തഖുൽ ലഹുമാ ഉഫിൻ. അവരിൽ ഒരാൾ അല്ലെങ്കിൽ രണ്ടുപേരും പ്രായമേറെയായിട്ട് നിങ്ങളുടെ അടുക്കൽ വന്നിട്ടുണ്ടെങ്കിൽ അവരോട് മോശമായി സംസാരിക്കരുത്, അവരോട് കയർത്ത് സംസാരിക്കരുത്. വഖുൽ ലഹുമാ ഖൗലൻ കരീമ, അവരോട് മാന്യമായ വാക്കുകൾ പറയണം എന്നും. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പറയുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനയുണ്ട്. നിങ്ങൾക്കറിയോ ഏത് പ്രാർത്ഥനയാണതെന്ന്? മാതാപിതാക്കൾക്ക് വേണ്ടി നമ്മളോട് പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത് ഏത് പ്രാർത്ഥനയാണ്? മാഷാ അല്ലാ, അൽഹംദുലില്ലാ, ജസാക്കുമുല്ലാ ഖൈർ, റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സ്വഗീറ എന്നതാണ്. എന്താ അതിൻ്റെ അർത്ഥം? റബ്ബി, എൻ്റെ രക്ഷിതാവേ, ഇർഹം ഹുമാ, എൻ്റെ മാതാപിതാക്കളോട് നീ കരുണ ചൊരിയണമേ, കെമാ റബ്ബയാനി സ്വഗീറ, ഞാൻ ചെറുതാകുമ്പോൾ അവരെങ്ങനെയാണോ എന്നെ പോറ്റി വളർത്തിയത്, ആ ചെറുപ്പകാലത്ത് എന്നെ എങ്ങനെയാണോ അവർ സംരക്ഷിച്ച് വളർത്തിയത്, അതേപോലെ അവരുടെ വാർദ്ധക്യത്തിൽ നീ അവരോട് കരുണ ചെയ്യണേ എന്നതാണ്. ഇസ്ലാമിലൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് പ്രവർത്തിച്ചിരിക്കണം എന്ന് പറയുമ്പോൾ പ്രവർത്തനങ്ങൾക്ക് ശേഷം ആ കാര്യങ്ങൾ സ്വീകരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയുണ്ട്. അപ്പോൾ മാതാപിതാക്കളോട്
അവർ ചെറുപ്പകാലത്ത് എന്നെ എങ്ങനെ പോറ്റി സംരക്ഷിച്ച് വളർത്തിയോ പഠിച്ചോനെ, അതേപോലെ നീ അവരോട് കരുണ കാണിക്കണമെന്ന് പറയുമ്പോൾ, ഇത് നമ്മൾ പ്രായമേറെ ചെന്നതിന് ശേഷം, നമ്മൾ വളർന്ന് വലുതായതിന് ശേഷം പ്രാർത്ഥിക്കാൻ വേണ്ടി അള്ളാഹു നിർദ്ദേശിച്ചിരിക്കുന്നൊരു കാര്യമാണ്. അവിടെ നമ്മൾ ആലോചിക്കേണ്ട ഒരു വസ്തുതയുണ്ട്. നമ്മൾ കുഞ്ഞായിരിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് മാതാപിതാക്കൾ വളർത്തിയത് എന്ന് നമുക്കറിയില്ല. നമ്മൾ കുഞ്ഞായിരുന്നല്ലോ, നമുക്കറിയില്ല നമ്മൾ എങ്ങനെയാണ് വളർത്തിയത് എന്ന്. പക്ഷെ ആ അറിയാത്തൊരു കാലഘട്ടത്തിലേക്ക് നമ്മുടെ മനസ്സിനെ അള്ളാഹു കൊണ്ടുപോവുകയാണ്. എങ്ങനെയാണ് നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളെ ഗർഭം ചുമന്നതും പ്രസവിച്ചതിന് കഴിഞ്ഞതിന് ശേഷം മുലപ്പാൽ നൽകി വളർത്തിയതുമൊക്കെ എങ്ങനെയാണ് എന്ന ഒരു ബോധതലത്തിലേക്ക് ഈ പ്രാർത്ഥന നമ്മളെ കൊണ്ടുപോവുകയാണ്. അതുകൊണ്ടാണല്ലോ എന്നെ ചെറുപ്പകാലത്ത് എൻ്റെ മാതാപിതാക്കൾ പോറ്റി വളർത്തിയത് ഏത് വിധമാണോ അതുപോലെ അവരോടുള്ള കാരുണ്യം, അലിവ്, സ്നേഹം, ദയ ഒക്കെ നൽകി അവരോട് നീ കരുണ കാണിക്കണേ പടച്ചോനെ എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ ആലോചിച്ച് നോക്കുക. നമ്മളെന്ന കുഞ്ഞ് ഉമ്മയുടെ ഗർഭത്തിലിരിക്കുമ്പോൾ എന്തായിരുന്നു ആ ഉമ്മയുടെ അവസ്ഥ എന്ന് നമ്മൾ അറിഞ്ഞിട്ടില്ലല്ലോ ഇതൊന്നും. പക്ഷെ ആ ഉമ്മയുടെ പ്രയാസങ്ങൾ, ഉമ്മ ഗർഭിണിയാകുമ്പോഴേക്കും ഉമ്മക്ക് ഭയങ്കര ഛർദിയായിരിക്കും, ഉമ്മാക്ക് പലതിനോടും ഇഷ്ടക്കുറവാകും, ഉമ്മാക്ക് താല്പര്യക്കുറവാകും, ഉമ്മാക്ക് പിന്നെ ഗർഭം അതിൻ്റെ ആ മാസങ്ങൾ കഴിയുന്നതിനനുസരിച്ച് ഉമ്മാക്ക് ഭാരം കൂടിക്കൊണ്ടിരിക്കും. നിങ്ങൾ ആലോചിച്ചൊക്കെ 2.5 കിലോ 3 കിലോ 3.5 കിലോ ചിലപ്പോഴെങ്കിലും ഒരു 4 കിലോ ഒക്കെ വരുന്ന ഒരു കുഞ്ഞിനെ ഗർഭത്തിൽ ഇങ്ങനെ ഇങ്ങനെ വരുമ്പോൾ ആ വെയിറ്റ് കൂടുന്നതിനനുസരിച്ച് നമ്മുടെ കയ്യിലൊരു വെയിറ്റ് ഉണ്ടാകുമ്പോൾ നമുക്കിങ്ങനെ എപ്പോഴും ഇതിങ്ങനെ കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ഭാരം ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എവിടെയെങ്കിലും ഒന്ന് വെക്കാൻ തോന്നൂലേ? പക്ഷെ ഉമ്മക്ക് അങ്ങനെ പറ്റുമോ? ഈ ഭാരം അങ്ങോട്ട് ഇറക്കി വെക്കാൻ പറ്റൂലല്ലോ, ഉമ്മയോടൊപ്പമുണ്ടത്. അപ്പോൾ ഈ ഭാരം ഇങ്ങനെ ചുമന്നുകൊണ്ടാണ് ഉമ്മ നടക്കുന്നത്. അങ്ങനെ നടക്കുമ്പോൾ ഉമ്മയുടെ നടു ഇങ്ങനെ വളഞ്ഞു തുടങ്ങും, ഉമ്മയുടെ വയറിങ്ങനെ ഉന്തി നിൽക്കും, ഉമ്മക്ക് കൈകാലുകൾക്ക് വേദന തുടങ്ങും, ഉമ്മക്ക് അസ്വസ്ഥതയും ഇടങ്ങേറും ഉണ്ടാവും. ഉമ്മക്ക് കിടക്കണമെന്ന് തോന്നിയിട്ട് ഉമ്മ കിടക്കുമ്പോൾ ഉമ്മക്ക് ശരിക്ക് കിടക്കാൻ പറ്റണില്ല, ഉമ്മക്ക് ശരിക്ക് ഇരിക്കാൻ പറ്റണില്ല, ഉമ്മക്ക് ശരിക്ക് നടക്കാൻ പറ്റണില്ല. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ചെറുപ്പകാലത്തിൽ എന്നെ വളർത്തിയത് എങ്ങനെയാണോ ആ സമയത്ത് നീ എന്നോട് കാണിച്ച കാരുണ്യം, അവർ കാണിച്ച കാരുണ്യം നീ നൽകിയ കാരുണ്യത്തിൽ നിന്നുള്ളതാണെങ്കിൽ പടച്ച തമ്പുരാനെ അതേപോലെ കാരുണ്യം ഈ പ്രായമായ മാതാപിതാക്കൾക്ക് നീ നൽകണേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരവസ്ഥ നമുക്ക് വരുന്നത് നമ്മൾ പ്രായമേറെയായിട്ടാണ്. പക്ഷെ ആ ഒരു ചിന്താ തലത്തിലേക്ക്, ആ കാലഘട്ടത്തിലേക്ക് ഈ പ്രാർത്ഥന നമ്മളെ കൊണ്ടുപോകണം. അപ്പോൾ കൊണ്ടുപോകുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ വരും. എൻ്റെ ഉമ്മ സഹിച്ച വേദന, എൻ്റെ ഉമ്മ സഹിച്ച യാതന, എൻ്റെ ഉമ്മ എനിക്ക് വേണ്ടിയിട്ട് ബുദ്ധിമുട്ടിയത്, ഉമ്മ ഉറക്കമിളച്ചത്, ഉമ്മയുടെ കൈകാലുകളുടെ വേദന, പ്രയാസങ്ങൾ, ഈ എല്ലാ വേദനകളുടെയും 9 മാസത്തിന് ശേഷമുള്ള പരിസമാപ്തിയാണ്. ശരീരത്തിൻ്റെ ഒരു എല്ല് എവിടെയെങ്കിലും ഒടിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക. ആരെങ്കിലും കാലിൻ്റെ എല്ലോ കൈയുടെ എല്ലോ മുട്ടോ എവിടെയെങ്കിലും ഒന്ന് പൊട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അനുഭവിച്ച വേദന എത്രയാണെന്ന്. മനുഷ്യ ശരീരത്തിലെ സകലമാന എല്ലുകളും ഒരുമിച്ച് തകരുന്ന അത്ര ശക്തമായ വേദനയിലാണ് ഒരു ഉമ്മ ഒരു കുഞ്ഞിനെ പ്രസവിക്കുന്നത്. ആ പ്രസവിച്ച് തളർന്ന് ക്ഷീണിച്ച ഉമ്മയുടെ കൈകളിലേക്ക് ഈ കുഞ്ഞ് പൈതലിനെ കൊണ്ടുവച്ചു കൊടുക്കുമ്പോൾ ഉമ്മയുടെ മുഖത്തുണ്ടാകുന്ന സന്തോഷം, ഉമ്മ അനുഭവിക്കുന്ന ആനന്ദ നിർവൃതി, ലോകത്ത് ഒരു സന്തോഷവും അതിനോട് ചേരുന്നില്ല. അത്രമേൽ ആനന്ദവും ആഹ്ലാദവും സന്തോഷവും ഈ കുഞ്ഞിനെ കുറിച്ച് ഉമ്മാക്ക് മനസ്സിലുണ്ടാവുകയാണ്. അതുകൊണ്ട് കഴിഞ്ഞില്ല കേട്ടോ, ഈ കുഞ്ഞ് പീക്കിരി കുഞ്ഞിനെ ഉമ്മ മടിയിലേക്ക് ചേർത്ത് വെച്ച് മാറോടണച്ച് ഉമ്മ മുലപ്പാൽ കൊടുത്തു തുടങ്ങും. ഗർഭത്തിലായിരിക്കുമ്പോൾ പോലും ഉമ്മയിലൂടെയാണ് ഈ കുഞ്ഞ് ഭക്ഷണം കഴിക്കുന്നതെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. ഈ കുഞ്ഞിൻ്റെ പൊക്കിൾ കൊടിയിലൂടെ ഉമ്മയിൽ നിന്നും ഇതിങ്ങനെ സ്വീകരിച്ച് സ്വാംശീകരിച്ച് ആ കുഞ്ഞിങ്ങനെ വളരുകയാണ്. ആലോചിച്ച് നോക്കുക, ഉമ്മയെ അള്ളിപ്പിടിച്ച് ഉമ്മയോട് ചേർന്ന് നിൽക്കുന്ന ആ കുഞ്ഞിൻ്റെ ജീവിതത്തിൽ അത് എത്രമാത്രം വലിയ ശക്തമായൊരു ബന്ധമാണ്. ആ ബന്ധത്തിൻ്റെ അടയാളമാണ് നിങ്ങളുടെ പൊക്കിൾ കൊടി. നിങ്ങൾക്ക് എത്ര കാലം ഉമ്മയെ മാറ്റിവെക്കാൻ നിങ്ങൾ വിചാരിച്ചാലും നിങ്ങൾ മരിക്കുവോളം നിങ്ങളുടെ മുമ്പിലുള്ള തെളിവടയാളമായി നിങ്ങളുടെ വയറ്റിൽ ആ പൊക്കിൾ കൊടി കിടക്കുകയാണ്. അത് നിങ്ങൾക്ക് മാറ്റി എഴുതാൻ പറ്റുമോ? അതില്ലെന്ന് പറയാനാകുമോ നിങ്ങൾക്ക്? അത്ര
അത്രമേൽ ശക്തമായ ഒരു ബന്ധമാണ് ഉമ്മയുമായിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ മനസ്സിലാക്കണം, ഉമ്മ ഈ ഇത്രമേൽ ശക്തമായ വേദനകളും പ്രയാസങ്ങളും അനുഭവിച്ച് പ്രസവിച്ച്, അങ്ങനെയാണെങ്കിൽ ഉമ്മയോടല്ലേ കടപ്പാട് വേണ്ടത്, വാപ്പയോട് വേണ്ടതില്ലല്ലോ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു സംഗതിയുണ്ട്. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഖുർആനിൽ അല്ലാഹു, അപ്പോൾ ഈ വിഷമങ്ങളെക്കുറിച്ച് ഖുർആൻ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. വഹ്നൻ അലാ വഹ്ൻ, പ്രയാസങ്ങൾക്കുമേൽ പ്രയാസം സഹിച്ചിട്ടാണ് ഉമ്മ ഗർഭം ചുമക്കുന്നത് എന്നാണ്. അത്രമേൽ പ്രയാസം സഹിച്ചാണ്. അത് നിർണയിക്കാനാകാത്ത, നിർവചിക്കാനാവാത്ത അത്രയും വലിയ പ്രയാസമാണ്. ആ പ്രയാസം സഹിച്ചിട്ട് പ്രസവിച്ച് കഴിഞ്ഞിട്ട് മുലപ്പാൽ കൊടുത്ത് വളർത്തുന്ന സമയത്ത് വാപ്പാക്ക് വലിയ ബാധ്യത. അപ്പം ഇതുവരെ ബാധ്യത ഇല്ലെന്ന് വെച്ചാൽ അതുവരെ ബാധ്യത ഉണ്ട്. അതുകൊണ്ടാണ് ഖുർആൻ അടുത്ത ആയത്ത് പറയുന്നത്, വൽ വാലിദാത്തു യുർലിഉന ഔലാദഹുന്ന ഹൗലൈനി കാമിലൈനി ലിമൻ അറാദ അൻ യുതിമ്മ റളാഅ വഅലൽ മൗലൂദി ലഹു റിസ്ഖുഹുന്ന വകിസ്വതുഹുന്ന ബിൽ മഅറൂഫ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, മാതാവിന് ഈ കുഞ്ഞിന് 2 വർഷം മുലപ്പാൽ കൊടുത്ത് വളർത്തുക എന്നത് മാതാവിൻ്റെ ബാധ്യതയാണ്. ഈ 2 വർഷം മുലപ്പാൽ കൊടുത്ത് വളർത്തുക എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കണം, മുലപ്പാൽ കൊടുക്കുമ്പോൾ കുഞ്ഞ് മലമൂത്ര വിസർജനം ഉണ്ടാവില്ലേ? മലമൂത്ര വിസർജനവും മറ്റ് കാര്യങ്ങളും, കുഞ്ഞിൻ്റെ കരച്ചിലും, കുഞ്ഞിൻ്റെ പ്രശ്നങ്ങളും, കുഞ്ഞിന് വരുന്ന അസുഖങ്ങളും പ്രയാസങ്ങളും എല്ലാം ഉമ്മ സഹിക്കണം. ഉമ്മക്ക് അങ്ങനെ സഹിക്കാനുള്ള ഒരു കഴിവും ഒരു കരുത്തും അത്രമേൽ അലിവുള്ള ഒരു ഹൃദയവും അത്രമേൽ സ്നേഹവും കാരുണ്യവും ഒക്കെ ഈ ഉമ്മയുടെ മനസ്സിൽ അത്രമേൽ അള്ളാഹു നൽകിയിട്ടുണ്ട്. അങ്ങനെ വളർത്തിക്കൊണ്ടുവരുമ്പോൾ വാപ്പയുടെ ഉത്തരവാദിത്വമാണ്, വാപ്പയുടെ ബാധ്യതയാണ് എന്ത്? ഈ കുഞ്ഞിന് വേണ്ട, കുഞ്ഞിനും ഉമ്മാക്കും വേണ്ട ഭക്ഷണവും വസ്ത്രവുമൊക്കെ നൽകുക എന്നത് വാപ്പയുടെ ബാധ്യതയാണ്. അത് കുഞ്ഞ് പ്രസവിച്ച് കഴിയുമ്പോൾ മാത്രമല്ല, കുഞ്ഞിനെയും ഉമ്മയെയും ഒരു ഭർത്താവ്, ഒരു ഇണ എന്ന നിലക്ക് എല്ലാ കാലത്തും സംരക്ഷിക്കേണ്ട ബാധ്യത അള്ളാഹു പിതാവിനെ ഏൽപ്പിച്ചിരിക്കുന്നു. അപ്പോൾ സാമ്പത്തികമായ എല്ലാ ഉത്തരവാദിത്വവും പിതാവിനെ ഏൽപ്പിച്ചു. അതേസമയം വളർത്തേണ്ട എല്ലാ ചുമതലകളും ഉമ്മ, ശിക്ഷണവും മര്യാദകളും എല്ലാ കാര്യങ്ങളും ഉമ്മയിൽ നിന്നാണ് മക്കൾ പഠിക്കുന്നത്. വാപ്പ പുറത്ത് ജോലിക്ക് പോകുക മറ്റു കാര്യങ്ങളൊക്കെ ആകുമോ? നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഈ ഒരു കാലഘട്ടത്തെ അള്ളാഹു നമ്മുടെ മനസ്സിലേക്ക് ചിന്തയായി, വലിയ വിചാരമായി ഒക്കെ അള്ളാഹു എത്തിച്ചു തന്നിട്ട് ആ ഒരു തിരിച്ചറിവിൽ നിന്ന് നമുക്ക് നമ്മുടെ മാതാപിതാക്കളോട് നന്മ കാണിക്കാൻ സാധിക്കണം. അങ്ങനെ നന്മ കാണിച്ച മക്കളുണ്ട്. അതുകൊണ്ടാണല്ലോ അടുത്ത ആയത്തിൽ പറയുന്നുണ്ടല്ലോ, വഖ്ഫിൽ ലഹുമാ ജനാഹ ദുല്ലി മിനർ റഹ്മ, കാരുണ്യത്തിൻ്റെ ചിറകുകൾ നീ അവർക്ക് താഴ്ത്തി കൊടുക്കണമെന്ന് പറയുമ്പോൾ, തള്ളപ്പക്ഷി അതിൻ്റെ കുഞ്ഞുങ്ങളെ ഏത് വിധത്തിലാണോ ചിറകിനടിയിൽ ഇങ്ങനെ സംരക്ഷിച്ച് ഒട്ടും ഒന്നിനും എടുത്തുകൊണ്ടു പോകാൻ പറ്റാത്ത വിധത്തിൽ, പോറലേൽക്കാൻ പറ്റാത്ത വിധത്തിൽ അത്രമേൽ സ്നേഹത്തോടെ കരുതലോടെ ചേർത്ത് പിടിക്കുന്നത്, അതേപോലെ ഈ മാതാപിതാക്കളെ അവരുടെ വാർദ്ധക്യത്തിൽ, അവരുടെ പ്രയാസത്തിൽ, അവരുടെ വേദനകളിൽ, അവരുടെ സങ്കടങ്ങളിൽ, അവരുടെ രോഗാവസ്ഥയിൽ ചേർത്ത് പിടിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അവർക്ക് വേണ്ടിയിട്ട്. എന്നിട്ടാണ് ഇതൊക്കെ ചെയ്തതിന് ശേഷമാണ് നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞത്, വഖുർ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാന്ന്. നമ്മൾ എന്താ ചെയ്യാന്നറിയോ? എവിടെയെങ്കിലും ഒരു മൂലയിൽ ഇരുന്നിട്ട് ഉപ്പാക്കും ഉമ്മാക്കും വേണ്ടിയിട്ട് ഇതേപോലെ ചങ്ക് പൊട്ടി പ്രാർത്ഥിക്കും. പക്ഷെ നമ്മൾ പോണില്ല, നമ്മൾ കാണുന്നില്ല, അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കുന്നില്ല, അവർക്ക് വേണ്ടി ഒന്നും ചെയ്യണില്ല. ഈ പ്രാർത്ഥന മാത്രമായിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹു എത്രത്തോളം കൈക്കൊള്ളും എന്ന് നമ്മൾ ആലോചിച്ച് നോക്കേണ്ടതുണ്ട്. നമ്മൾ നന്നായിട്ട് പ്രവർത്തിക്കണം. ഒരു വാക്കുകൊണ്ട് പോലും അവരെ നോവിക്കരുത്. ഒരു ബുദ്ധിമുട്ടും അവർക്ക് വരാനിടവരരുത്. അവരുടെ സങ്കടങ്ങൾ നമ്മുടെ സങ്കടങ്ങളാകണം, അവരുടെ പ്രയാസങ്ങൾ നമ്മുടെ പ്രയാസങ്ങളാണ്. അവരോട് അലിവോടെ ആർദ്രതയോടെ അവരോട് പെരുമാറാൻ നമുക്ക് സാധിക്കണം. അവരെ കെട്ടിപ്പിടിക്കാൻ നമുക്ക് സാധിക്കണം. അവർക്ക് ഉമ്മ വെക്കാൻ നമുക്ക് സാധിക്കണം. നിങ്ങൾ അത്രമേൽ, ഇനി നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അങ്ങനെയൊന്നും അത്രയൊന്നും എനിക്ക് നൽകിയിട്ടില്ല, എന്നോട് അങ്ങനെയൊന്നും കാണിച്ചിട്ടില്ല എന്ന്? കാണിച്ചിട്ടില്ലെങ്കിലും നിങ്ങളെന്ന മക്കളോട് ഈ പ്രപഞ്ച രക്ഷിതാവായ അള്ളാഹുവിൻ്റെ നിർദ്ദേശമാണ് തിരിച്ചങ്ങോട്ട് അതേപോലെയല്ല, അതിനേക്കാൾ ഏറ്റവും മാന്യമായിട്ട് നിങ്ങൾ പെരുമാറണമെന്നത്. എൻ്റെ റബ്ബ് എനിക്ക് ഭക്ഷണം നൽകുന്ന, വസ്ത്രം നൽകുന്ന, എനിക്ക് എല്ലാ സൗകര്യങ്ങളും നൽകുന്ന, എനിക്ക് സംസാരിക്കാനും നിങ്ങൾക്കിവിടെ വന്നിരിക്കാനും സൗകര്യം ചെയ്തു തന്ന പരമദയാലുവായ അള്ളാഹുവിൻ്റെ നിർദ്ദേശമാണ്
മാതാപിതാക്കളോട് മാന്യമായ വാക്കുകൾ പറയണമെന്നതും മാതാപിതാക്കളോട് നല്ല നിലയിൽ സഹവർത്തിക്കണമെന്നതും എങ്കിൽ അതേപോലെ നമ്മൾ പ്രവർത്തിക്കേണ്ടതുണ്ട്. നമുക്ക് യൂസുഫ് നബിയെക്കുറിച്ച് അറിയാം ഇല്ലേ? യൂസുഫ് നബി അലൈഹിസ്സലാം അദ്ദേഹം കണ്ട ഒരു സ്വപ്നത്തിൻ്റെ ബാക്കി പത്രം എന്ന നിലക്ക്, അതൊന്നും പറയാൻ എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പറയണില്ല, പക്ഷേ അദ്ദേഹം കണ്ട ഒരു സ്വപ്നത്തിൻ്റെ യാഥാർത്ഥ്യം പിന്നീട് എത്രയോ വർഷങ്ങൾക്ക് ശേഷം കുഞ്ഞ് യൂസുഫായിരിക്കുമ്പോൾ യൂസുഫ് നബിയെ സഹോദരങ്ങൾ പൊട്ടക്കിണറ്റിലിട്ടതും അവിടെ നിന്ന് യാത്രാസംഘം എടുത്തതും പിന്നീട് ഈജിപ്തിൽ കൊണ്ടുപോയി വിൽക്കുന്നതും ഈജിപ്തിലെ ഭരണാധികാരിയുടെ കീഴിൽ വലിയ സന്തോഷത്തോടെ ജീവിക്കുന്നതും അവിടെ ഉണ്ടായ ചില പ്രശ്നങ്ങളുടെ പേരിൽ പിന്നീട് ജയിലിൽ അടയ്ക്കപ്പെടുന്നതും ആ എല്ലാ യാഥാർത്ഥ്യങ്ങളും തെളിഞ്ഞതിന് ശേഷം പിന്നീട് അവിടുന്ന് ജയിൽ മോചിതനായി ആ ഈജിപ്ത് എന്ന സാമ്രാജ്യത്തിൽ വലിയ പോസ്റ്റിൽ വലിയ തസ്തികതയിൽ തസ്തികയിലെത്താനൊക്കെ സാധിച്ചതുമൊക്കെയുണ്ട്. പിന്നീട് അവിടെ നിന്ന് തൻ്റെ മാതാപിതാക്കളെയും ഈ എല്ലാം ചെയ്തു വെച്ചതിന് തുടക്കക്കാരായിട്ടുള്ള മക്കളെയും സഹോദരങ്ങളെയും എല്ലാവരെയും ഈ ഈജിപ്തിലേക്ക് വിളിക്കുകയും മാതാപിതാക്കൾ വാർദ്ധക്യമേറെ ചെന്ന ഒരുപാട് വർഷം യൂസുഫ് എന്ന മകനെ കാണാത്തതിൻ്റെ പേരിൽ കരഞ്ഞ് 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 കണ്ണീരൊഴുക്കി കണ്ണിൻ്റെ കാഴ്ചശക്തി പോലും നഷ്ടപ്പെട്ടു പോയ വൃദ്ധനായ പിതാവിനെയും മാതാവിനെയും ഏറ്റവും വലിയ വിജയ സോപാനത്തിലേക്ക് ഇരുത്തിയ മഹാനായ പ്രവാചകൻ യൂസുഫ് അലൈഹിസ്സലാം. നിങ്ങൾ ആലോചിച്ച് നോക്കുക, അവിടെ അദ്ദേഹം കണക്ക് പറഞ്ഞില്ല. നിങ്ങൾ എന്നെ നോക്കിയിട്ടില്ലല്ലോ, നിങ്ങൾ എൻ്റെ സഹോദരന്മാർ കൊണ്ടുവന്ന് കിണറ്റിൽ എറിഞ്ഞപ്പോൾ നിങ്ങൾ അന്വേഷിച്ചില്ലല്ലോ, നിങ്ങൾ കണ്ടെത്തിയില്ലല്ലോ, നിങ്ങൾ എന്നെ വളർത്തിയിട്ടില്ലല്ലോ എന്നൊന്നും കണക്ക് പറയാൻ നിന്നില്ല. അദ്ദേഹം ചെയ്തത് ഏറ്റവും വലിയ രാജപീഠത്തിൽ അവരെ രണ്ടുപേരെയും ഇരുത്തി. നമ്മൾ പഠിക്കണം, വർഷങ്ങൾക്കിപ്പുറം മാതാപിതാക്കൾക്ക് വാർദ്ധക്യമാകുമ്പോൾ, മാതാപിതാക്കൾക്ക് സൗന്ദര്യം കുറയുമ്പോൾ എൻ്റെ ഉപ്പ അതാണ്, എൻ്റെ ഉമ്മ അതാണ് എന്ന് പറയാൻ പോലും വിഷമിക്കുന്ന, എടങ്ങേറ് പിടിക്കുന്ന മക്കളുള്ളൊരു കാലത്താണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. ശരിക്കും അവരുടെ ത്യാഗത്തെക്കുറിച്ച്, അവരുടെ വേദനകളെക്കുറിച്ച്, അവരുടെ പ്രയത്നങ്ങളെക്കുറിച്ച്, അവരനുഭവിച്ച കഷ്ടങ്ങളെക്കുറിച്ച് ഒന്നും നമ്മൾ മനസ്സിലാക്കണേയില്ല. മനസ്സിലാക്കണം, ചരിത്രത്തിൽ നിന്ന് നമ്മൾ പാഠങ്ങൾ ഉൾക്കൊള്ളണം. അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താൻ നമുക്ക് സാധിക്കുകയും ചെയ്യണം. ഇനിയുമുണ്ട്, മാതാപിതാക്കളെ ആരാണ് നോക്കേണ്ടത് എന്ന് പലപ്പോഴും വരുന്നുണ്ട്. എൻ്റെ അടുത്ത് ഒരിക്കലും ക്ലാസ് എടുത്തപ്പോൾ നിങ്ങളെപ്പോലെ പഠിക്കുന്ന കുട്ടികൾ, കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ, നിങ്ങളെക്കാൾ മുതിർന്ന കുട്ടികൾ എന്നോട് ചോദിച്ചിട്ടുണ്ട്, ടീച്ചറെ യൂട്യൂബിൽ അമ്മായിമ്മനെ നോക്കണം എന്ന് പറഞ്ഞിട്ടില്ലല്ലോ എന്ന്. യൂട്യൂബിലല്ല, സോറി, ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ അമ്മായിമ്മയെ നോക്കണമെന്ന് എവിടെയും കണ്ടിട്ടില്ല എന്ന്. ശരിയാണ്, നിങ്ങൾ അമ്മായിമ്മയെ മരുമക്കൾ നോക്കേണ്ടതുണ്ടോ എന്ന് നിങ്ങളൊരു ചോദ്യം കൊടുത്തിട്ട് സെർച്ച് ചെയ്താൽ ഗൂഗിളിലൊന്നും കാണൂല. ആരെയാണ് നോക്കാൻ പറഞ്ഞിരിക്കുന്നത്? മാതാപിതാക്കളെയാണ് നോക്കാൻ പറഞ്ഞത്. ആർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കാൻ പറഞ്ഞത്? മാതാപിതാക്കൾക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കാൻ പറഞ്ഞത്. പക്ഷേ നിങ്ങളുടെ അമ്മായിമ്മ എന്ന് പറയുന്നത് നിങ്ങളുടെ ഭർത്താവിൻ്റെ ഉമ്മയാണ്, ആണല്ലോ. അപ്പോൾ ആ നിലക്ക് നിങ്ങൾക്ക് കടപ്പാടുണ്ടോ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് കടപ്പാടുണ്ട്. ഒരു പുരുഷന് ഏറ്റവും കൂടുതൽ കടപ്പാട് അവൻ്റെ ഉമ്മയോടാണ്. പുരുഷനും സ്ത്രീക്കും ഉമ്മയോട് കടപ്പാടുണ്ട്. പക്ഷെ കല്യാണം കഴിച്ച ആൾക്കാർ പറയുമല്ലോ അങ്ങനെയൊന്നുമില്ല, അങ്ങനെയൊന്നുമല്ല, ഉമ്മയോട് എന്നും കടപ്പാടുണ്ട്. അതുകൊണ്ടാണല്ലോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊരു സഹാബി ചോദിച്ചു, എനിക്ക് ഏറ്റവും കൂടുതൽ കടപ്പാട് ആരോടാണ് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഉമ്മുക്ക്, നിൻ്റെ ഉമ്മയോടാ. സുമ്മമൻ, പിന്നെ ആരോടാ? നിങ്ങൾ ഒരുപാട് തവണ കേട്ടിട്ടുണ്ടാകും. അപ്പോൾ പറഞ്ഞു ഉമ്മുക്ക്, നിൻ്റെ ഉമ്മയോടാണ്. വീണ്ടും ചോദിച്ചു സുമ്മമൻ, പിന്നെ ആരോടാണ് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഉമ്മയോട്. വീണ്ടും ചോദിച്ചു പിന്നെ ആരോടാണ്? നാലാമത്തെ പ്രാവശ്യമാണ് പറഞ്ഞത് വാപ്പയോടെന്ന്. വാപ്പ മോശക്കാരനായതുകൊണ്ടല്ല, ഒരിക്കലും അല്ല. വാപ്പയേക്കാൾ കൂടുതൽ അറ്റാച്ച്മെൻറ്റ് ചിലപ്പോഴെങ്കിലും ഉമ്മക്ക് മക്കളോടുണ്ട്. അല്ലെങ്കിൽ ഉപ്പയോട് ചോദിക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും ഉമ്മയോട് ചോദിച്ചാണ് കുട്ടികൾ കാര്യസാധ്യങ്ങൾ നടത്തുന്നത്. വാപ്പ നിശബ്ദമായിട്ട് മക്കൾക്ക് വേണ്ടിയിട്ട് ശരിക്കും താങ്ങും തണലുമായി ശരിക്കും അവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള അത്യധ്വാനങ്ങൾക്കിടയിൽ മക്കൾ എപ്പോഴും ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ട് നിൽക്കുന്നത്. മാത്രമല്ല
അള്ളാഹുവിൻ്റെ ഒരു സൃഷ്ടിക്ക് രൂപം കൊടുത്തിട്ട് അതിനെ വളർത്തി വലുതാക്കി കൊണ്ടുവന്നിട്ട് ഇത്രമേൽ ത്യാഗപൂർണമായ ഒരു ജന്മത്തിന്, ഒരു പ്രസവത്തിന് എല്ലാ തരത്തിലും ഉള്ള സപ്പോർട്ട് നൽകിയിട്ട് ഉമ്മ അത്രമേൽ ത്യാഗം അനുഭവിക്കുന്നു ഈ മക്കളെ വളർത്തിയെടുക്കുന്നതിന്. നമ്മളിങ്ങനെ ആലോചിച്ച് നോക്കണം, എത്രമാത്രം വിഷമിച്ച് എത്രമാത്രം പ്രയാസപ്പെട്ട് അങ്ങനെ വളർത്തി കൊണ്ടുവന്നതാണ് എന്നത്. അങ്ങനെ വരുമ്പോൾ ആ ഉമ്മയോട് കടപ്പാടുണ്ട് എന്നത് നേര്. പക്ഷെ ഉമ്മാക്ക് മാത്രമാണോ മക്കളെ നോക്കാനുള്ള ഡ്യൂട്ടി എന്ന് ചോദിച്ചാൽ അല്ല. അപ്പോൾ ഉമ്മയെ നോക്കണ്ടെന്ന് വെച്ചാൽ ഉമ്മയെ നോക്കണം, അമ്മായിമ്മയെ നോക്കണ്ടെന്ന് വെച്ചാൽ ആ അമ്മായിമ്മ എൻ്റെ ഭർത്താവിൻ്റെ ഉമ്മയും എൻ്റെ മക്കളുടെ വല്യമ്മയുമാണ്. ഭർത്താവിനാണ് നോക്കാൻ ബാധ്യത, ഭർത്താവാണ് പ്രാർത്ഥിക്കേണ്ടത്. പക്ഷെ ആ ഭർത്താവിന് സപ്പോർട്ട് ചെയ്യാൻ ഓരോ മരുമക്കളും റെഡിയാകണം എന്നുള്ളതാണ്. അപ്പോൾ അപ്പോഴും സമൂഹത്തിലൊരു പ്രശ്നമുണ്ട്. നിങ്ങളിലെ മുതിർന്ന കുട്ടികൾക്ക് അത് മനസ്സിലാകുമോ, ചെറിയ കുട്ടികൾക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. അപ്പോഴും ഒരു പ്രശ്നമുണ്ട്. നമ്മുടെ നാടിൻ്റെ ഒരു വ്യവസ്ഥിതിയിൽ ചെറിയ മകൻ്റെ അടുത്തും അവൻ്റെ ഭാര്യയുടെ അടുത്തുമാണ് ഉമ്മ നിൽക്കാറുള്ളത്, വാപ്പ നിൽക്കാറുള്ളത്. എങ്കിൽ വാപ്പയും ഉമ്മയും തറവാട്ട് വീടുകളിലാണ്. അപ്പോൾ അവർക്ക് മാത്രമാണ് ബാധ്യത എന്ന് തോന്നുന്നിടത്ത് നമ്മുടെ സമൂഹത്തിന് വലിയ അബദ്ധങ്ങൾ സംഭവിച്ചിരിക്കുന്നു. എല്ലാ മക്കൾക്കും ഒരുപോലെ ബാധ്യതയുണ്ട്. എല്ലാ മക്കളും ഒരുപോലെ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതുമുണ്ട്. അതിനനുസരിച്ച് നമ്മൾ ഓരോ യാഥാർത്ഥ്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകണം. അതുകൊണ്ടാണല്ലോ മദിയൻ ദേശത്ത് മൂസ അലൈഹിസ്സലാം എത്തിയപ്പോൾ മൂസാ നബി അലൈഹിസ്സലാമക്ക് അവിടെ ആരുമില്ല. ഫിറോവിൻ്റെ കിരാതമായ മർദ്ദനങ്ങളും പീഡനങ്ങളും നടക്കുന്ന കാലഘട്ടത്തിൽ അവിടെ നിന്ന് ഓടിപ്പോന്നതാണ്. അതിന് ചില കാരണങ്ങളുണ്ട്, ഇതൊന്നും പറയാൻ സമയമില്ലാത്തതുകൊണ്ടാണ് പറയാത്തത്. അങ്ങനെ ഓടിപ്പോന്നിട്ട് അവിടെ വെച്ച് മൂസ അലൈഹിസ്സലാം പ്രാർത്ഥിക്കുന്നുണ്ട്, പടച്ച തമ്പുരാനെ, നീ എനിക്ക് എന്തെങ്കിലും ഹൈർ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അതിന് ഞാൻ ഏറ്റവും അർഹനാണിപ്പോൾ എന്ന് പറയുമ്പോൾ ഒരുപാട് ദിവസത്തെ യാത്രയ്ക്ക് ശേഷം മദിയൻ ദേശത്ത് എത്തിയിരിക്കുകയാണ്. അപ്പോഴാണ് ഒരു കൂട്ടം ആളുകൾ അവരുടെ ആടുമാടുകൾക്ക് വെള്ളം കോരി കൊടുക്കുന്നത് കാണുന്നത്, രണ്ട് പെൺകുട്ടികൾ മാറി നിൽക്കുന്നത് കാണുന്നത്. ചോദിച്ചു, എന്താണ് നിങ്ങളിവിടെ നിൽക്കാൻ കാരണമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, എല്ലാവരും വെള്ളം കോരി കൊടുത്തു കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾക്ക് പറ്റുള്ളൂ. ഞങ്ങളുടെ വാപ്പ പ്രായാധിക്യത്താൽ വീട്ടിലാണ്. ഈ ആടുകളെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഞങ്ങളുടേതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, മദിയൻ ദേശത്തെ ആ പെൺകുട്ടികൾ അവരുടെ വാപ്പ ഷുഐബ് നബി ആയിരുന്നു എന്ന് പറയപ്പെടുന്നു, അല്ലാഹു അലം. ആ പെൺകുട്ടികൾ മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ടുള്ള സേവ ചെയ്യുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവരുടെ വാർദ്ധക്യത്തിൽ ആൺമക്കൾ മാത്രമാണ് മാതാപിതാക്കളെ നോക്കേണ്ടത് എന്ന് നിങ്ങൾ കരുതേണ്ടതില്ല. വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകളുടെ അടിസ്ഥാനത്തിൽ പെൺകുട്ടികൾക്കും ബാധ്യതയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. എൻ്റെ മാതാപിതാക്കൾ അവരെ നോക്കേണ്ട ഉത്തരവാദിത്വം എനിക്കുണ്ട്. അവർക്ക് പ്രായമേറെയായി കഴിയുമ്പോൾ അത് ഏതെങ്കിലും ആൺമക്കൾക്ക് മാത്രം അള്ളാഹു കൽപ്പിച്ചരുളിയതല്ല. അവരെ നോക്കേണ്ട ബാധ്യത എല്ലാ മക്കൾക്കും, ആൺ പെൺ വ്യത്യാസമനുസരിച്ച് എല്ലാ മക്കൾക്കുമുണ്ട് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അതിനനുസരിച്ച് മക്കള് വീട്ടിൽ പോയിട്ട് ഈ വെള്ളം കോരിക്കൊടുത്ത മൂസ അലൈഹിസ്സലാമയെ കുറിച്ച് പറയുകയും ആ മൂസ അലൈഹിസ്സലാമയെ ആണ് എന്ന് മനസ്സിലാകാതെ തന്നെ അത്രമേൽ സേവനം ചെയ്ത ഒരാൾക്ക് കൂലി കൊടുക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തെ വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുവരണമെന്ന് പറയുകയും മൂത്ത കുട്ടിയെ പറഞ്ഞേക്കുകയും മൂത്ത കുട്ടിയോടൊപ്പം വീട്ടിലേക്ക് വന്നതിന് ശേഷം കാര്യങ്ങളൊക്കെ സംസാരിക്കുകയും ആ കാര്യങ്ങൾ സംസാരിക്കുന്ന സമയത്ത് ഈ മൂത്ത കുട്ടി ഇടപെടുന്നതായിട്ടും പിന്നീട് ആ കുട്ടിയെ മൂസ അലൈഹിസ്സലാം കല്യാണം കഴിക്കുന്നതായിട്ടൊക്കെ നമുക്ക് കാണാൻ സാധിക്കണം. പറഞ്ഞു വരുന്നത്, നമ്മുടെ ജീവിതത്തിൽ ഈ കടപ്പാടുകൾ എല്ലാം നമ്മൾ പൂർത്തീകരിക്കാനുള്ള ഒരു ശ്രദ്ധയും ബോധവും ഉണ്ടാകണം. നമ്മൾ തള്ളിപ്പറയാൻ പാടില്ല. എത്ര പ്രായമേറിയാലും അവർ നമ്മുടെ മാതാപിതാക്കളാണ് എന്ന ബോധം ഉണ്ടാവണം. ഇനി നമ്മൾ മനസ്സിലാക്കണം, ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ എന്താണ് ആധുനിക ടെക്നോളജി വളർന്നു, മനുഷ്യർക്കൊന്നിനും സമയമില്ലാതെയായി, നമുക്ക് ക്ഷമ കുറഞ്ഞു വരുന്നു. അതുകൊണ്ട് തന്നെ മാതാപിതാക്കളെ നോക്കുക, അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് ജീവിക്കുക, അവരോട് കടപ്പാടുണ്ടാവുക എന്നൊക്കെ പറയുമ്പോൾ അതൊന്നും നമുക്കത്ര ഒരു വലിയ കാര്യമായിട്ട് തോന്നണില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കണം, നിങ്ങൾക്ക് വേണ്ടി എന്തെല്ലാം അവരനുഭവിച്ചിട്ടുണ്ട് എന്നത്. നമുക്കൊരു അസ്തിത്വം ഉണ്ടായത് അവരിലൂടെയല്ലേ, നമുക്കൊരു വ്യക്തിത്വം ഉണ്ടായത് അവരിലൂടെയല്ലേ. ആരാണ് നീ എന്ന് ചോദിച്ചാൽ എന്താ നമ്മൾ പറയാം? ഞാൻ ഇന്ന സ്ഥലത്തെ ഇന്ന ആളുടെ മകളാണ്,
ആ ആളുടെ മകളാണ് എന്ന് പറയാൻ മാത്രമുള്ളൊരു അസ്തിത്വം നമുക്കുണ്ടായത്? മുമ്പ് അതുണ്ടായിരുന്നോ? വിശുദ്ധ ഖുർആൻ സൂറത്ത് ദഹറിൽ ഒരു ചോദ്യമുണ്ട്, ഫസ്റ്റ് തന്നെ, ഹൽ അതാ അലൽ ഇൻസാനി ഹീനും മിനദ് ദഹർ ലം യകുൻ ശൈഅൻ മദ്കൂറ. പറയപ്പെടുന്ന ഒന്നുമല്ലാതിരുന്നൊരു കാലം നിങ്ങൾക്ക് കഴിഞ്ഞു പോയിട്ടില്ലേ എന്നല്ല ചോദിക്കുന്നുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ ആരായിരുന്നു എന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങൾക്ക് എത്ര വയസ്സായി എന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങളുടെ വയസ്സ് 15 ആണോ, 18 ആണോ, 20 ആണോ? നിങ്ങൾ ആലോചിച്ച് നോക്കുക. 20 വർഷങ്ങൾക്ക് മുമ്പ്, 18 വർഷങ്ങൾക്ക് മുമ്പ്, 15 വർഷങ്ങൾക്ക് മുമ്പ്, 12 വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ പറയപ്പെടാൻ പറ്റുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നില്ല. ഞാനെന്ന അസ്തിത്വമില്ല, എനിക്കൊരു വ്യക്തിത്വവും ഉണ്ടായിരുന്നില്ല. ഇന്ന് എനിക്ക് പറയാനുള്ളത് എൻ്റെ വാപ്പയുടെ പേര് വെച്ച്, എൻ്റെ ഉപ്പാടെ തറവാട്ട് പേര് വെച്ച് എനിക്ക് പറയാം ഞാൻ എന്ന വ്യക്തി ആരാണെന്ന്. അങ്ങനെ പറയുന്ന ഒരവസ്ഥയിലേക്ക് നമുക്ക് എത്തിച്ചത് ഈ മാതാപിതാക്കളാണ് എങ്കിൽ, ഗർഭം ചുമന്ന് പ്രസവിച്ച് വളർത്തി വലുതാക്കിയ മാതാപിതാക്കൾ ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ തലങ്ങളിൽ മക്കളുടെ ധിക്കാരപൂർണമായ അവിവേകപൂർണമായ വാക്കുകൾ കേൾക്കുമ്പോൾ തളർന്നു പോകാറുണ്ട്. എത്രത്തോളം? ഞാൻ നിന്നെ പ്രസവിച്ച് വളർത്തി വലുതാക്കിയില്ലേ ചോദിച്ചപ്പോൾ എന്ത് കാര്യം ഉണ്ടായി പ്രസവിക്കാൻ, ആര് പറഞ്ഞു പ്രസവിക്കാൻ എന്നൊക്കെ ചോദിക്കും മക്കൾ. ആരും പറഞ്ഞിട്ടല്ല, ഇത് അള്ളാഹുവിൻ്റെ തീരുമാനമാണ്. നിങ്ങൾക്ക് ഇവിടെ ഒരു ജന്മമുണ്ടാകണമെന്ന് പടച്ച തമ്പുരാൻ പറഞ്ഞല്ലോ, ഒരു പ്രബല വർഗത്തെ ഞാൻ സൃഷ്ടിക്കാൻ പോവുകയാണ്. മലക്കുകളുടെ വർഗം, മനുഷ്യരുടെ വർഗം, മലക്കുകളുടെയും ജിന്നുകളുടെയും കഴിഞ്ഞിട്ട് വഇദ് ഖാല റബ്ബുക ലിൽ മലായികതി ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ, ഭൂമിയിൽ ഞാനൊരു പ്രതിനിധിയെ ഉണ്ടാക്കാൻ പോകുന്നു എന്ന് മലക്കുകളോട് അല്ലാഹ് പറഞ്ഞ സന്ദർഭം. ആ പ്രതിനിധിയിൽ നിന്ന് അള്ളാഹു തൻ്റെ കൈകൾ കൊണ്ട് രൂപപ്പെടുത്തിയ ആദമിൽ നിന്ന് ഹവ്വയെയും അള്ളാഹു സൃഷ്ടിച്ചു. ആദമിൽ നിന്നും ഹവ്വയിൽ നിന്നുമായിട്ട് മനുഷ്യവർഗത്തെ അള്ളാഹു സൃഷ്ടിക്കുക എന്നത് അള്ളാഹുവിൻ്റെ തീരുമാനമാണ് എങ്കിൽ, ഇവിടെ പിറവി കൊണ്ടത് അള്ളാഹുവിൻ്റെ തീരുമാനമാണ്. ആ തീരുമാനത്തിന് ഉമ്മയുടെ പ്രയാസങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഉമ്മയോട് തർക്കുത്തരം ചോദിക്കാനുള്ളതല്ല അത്. ഒരിക്കലും അങ്ങനെ ആകരുത്. എന്നിട്ട് തർക്കുത്തരം ചോദിച്ച് ഉമ്മയോട് പിണങ്ങി ഉമ്മാനെ സങ്കടപ്പെടുത്തി ഉമ്മാനെ വിഷമിപ്പിച്ച് അങ്ങനെയൊക്കെ കാലാകാലത്തെ സങ്കടങ്ങളിലേക്ക് തള്ളിവിട്ടുകൊണ്ട് എത്ര മക്കളാ ഓടിപ്പോണത്? എത്രയോ വർഷങ്ങൾക്ക് ശേഷം ഒരു ദിവസം കോളേജിൽ വെച്ച് കണ്ടുമുട്ടി, ഒന്ന് ചിരിച്ച് സംസാരിച്ച് ഫോൺ നമ്പർ കൈമാറി, പിന്നെ ദിനേനയുള്ള വിളികളിൽ ഉമ്മയേക്കാളും വാപ്പയേക്കാളും ഏറ്റവും ഇഷ്ടം അവരാകുമ്പോൾ അവരേതാണ് എന്താണ് എന്നൊന്നും തിരിച്ചറിവില്ലാതെ വാപ്പയെയും ഉമ്മയെയും സങ്കടപ്പെടുത്തി ഓടിപ്പോകുന്ന മക്കളുണ്ട്. തീരാ ദുഃഖത്തിലേക്ക്, തീരാ വേദനയിലേക്ക് അവരെ തള്ളിവിടുന്ന മക്കളൊക്കെ ആലോചിച്ച് നോക്കണം. ആരാണ് എൻ്റെ ഉമ്മ, ആരാണ് എൻ്റെ ഉപ്പ? എനിക്കെന്നും തണലായിരുന്ന, തണൽ വൃക്ഷമായിരുന്ന, എനിക്കെന്നും ആശ്വാസമായിരുന്ന, സാന്ത്വനമായിരുന്ന. നിങ്ങൾക്കറിയോ, 4 വയസ്സുള്ള കുഞ്ഞിനും 40 വയസ്സ് ഉള്ള കുഞ്ഞും ഒരു ഉമ്മാക്ക് ഒരുപോലെയാണ്. 4 വയസ്സുള്ള കുഞ്ഞ് 4 മാസമായ കുഞ്ഞിനെ ചേർത്ത് പിടിക്കുന്ന ഉമ്മ, 4 വയസ്സായിട്ടുള്ള കുഞ്ഞ് തൻ്റെ മടിയിലേക്ക് വന്ന് ചാടിയിരിക്കുമ്പോൾ ചേർത്ത് പിടിക്കുന്ന ഉമ്മ, 40 വയസ്സായിട്ടുള്ള മകൻ ഉമ്മയുടെ മടിയിൽ തലവെച്ച് കിടക്കുമ്പോൾ അവൻ ഉമ്മാക്ക് കുഞ്ഞാണ്, അവൻ ഉമ്മാക്ക് അരുമ പൈതലാണ്. അത്രമേൽ സ്നേഹമാണ്. അതുകൊണ്ടാണ് 40 വയസ്സായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പക്വതയുടെ ഒരു കാലഘട്ടത്തിൽ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. റബ്ബി ഔസിഇനി അൻ അഷ്കുറ നിഅമതകല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ വഅൻ അഅമല സ്വാലിഹൻ തർളാഹ് വഅദ്ഖിൽനി ഫീ റഹ്മതിക്. നിങ്ങൾ ആലോചിച്ച് നോക്കുക ആ പ്രാർത്ഥനയൊക്കെ. എന്നെ സഹായിക്കണേ പടച്ച തമ്പുരാനെ, നീ ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാൻ നീ എന്നെ സഹായിക്കണേ പടച്ചവനെ. അല്ലത്തി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ, എൻ്റെ മാതാപിതാക്കൾക്ക് നീ ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാൻ നീ എന്നെ സഹായിക്കണേ പടച്ച തമ്പുരാനെ. വഅസ്ലിഹ് ലി ഫീ ദുർരിയതി, എൻ്റെ മക്കളിൽ നീ അവരെ നല്ലതാക്കണേ എന്ന് പറയുമ്പോൾ മാതാപിതാക്കളോട് നന്മ ചൊരിയുന്ന, മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് മാത്രമാണ് തൻ്റെ മക്കളും അതുപോലെയാകണമെന്ന ആഗ്രഹവും കൊതിയൊക്കെ ഉണ്ടാവണത്.
അതിനനുസരിച്ച് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ അവർ ഏറ്റവും കൂടുതൽ, അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഒരാൺകുട്ടിക്ക് ഭാര്യയേക്കാൾ കൂടുതൽ ഇഷ്ടവും അല്ലെങ്കിൽ സ്നേഹവും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്നേഹത്തിൻ്റെ തലങ്ങൾ വ്യത്യസ്തമാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ ബഹുമാനവും ആദരവും ഒക്കെ കൊടുക്കേണ്ടത് ഉമ്മാക്ക് തന്നെയാണ്. പക്ഷേ നമ്മുടെ കാലഘട്ടത്തിൽ പലപ്പോഴും ഭാര്യയുടെ വാക്ക് കേട്ട് ഭാര്യയുടെ സമ്മർദ്ദത്തിനനുസരിച്ച് മാതാപിതാക്കളോട് വഴക്കിടുന്ന, അവരെ ഒറ്റപ്പെടുത്തി വീട് വിട്ടിറങ്ങുന്ന, അവരുടെ സങ്കടങ്ങളുടെ തീരാക്കയങ്ങളിലേക്ക് അവരെ തള്ളിവിട്ടുകൊണ്ട് അഹങ്കാരത്തോടു കൂടി ഇറങ്ങിപ്പോകുന്ന മക്കൾ ഒരു ചരിത്രം പഠിക്കണം. ആ ചരിത്രം ആരുടേതാണെന്നറിയോ? അൽഖമ റളിയല്ലാഹു അൻഹു. അദ്ദേഹം രോഗത്തിൽ കിടക്കുകയാണ്. ശരിക്കും നിങ്ങൾ പഠിക്കണം കേട്ടോ, മനസ്സിലാക്കണം. അൽഖമ റളിയല്ലാഹു അൻഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ജീവിച്ച റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിയാണ്. സഹാബി എന്ന് പറയുമ്പോൾ എന്താ? റസൂലിൻ്റെ കൂട്ടുകാരൻ. അദ്ദേഹം ഇങ്ങനെ രോഗാവസ്ഥയിൽ കിടക്കുകയാണ്. രോഗാവസ്ഥയിൽ കഴിഞ്ഞിട്ട് തീവ്രമായ രോഗം. അപ്പോൾ സഹാബികളൊക്കെ പോയി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോയി വന്നവർ പറഞ്ഞു, റസൂലെ അങ്ങൊന്ന് പോയി നോക്കണം കേട്ടോ, അൽഖമ റളിയല്ലാഹു അൻഹു വല്ലാത്ത പ്രയാസത്തിലാണ്, വല്ലാത്ത ബുദ്ധിമുട്ടിലാണ്. എല്ലാ കാര്യങ്ങളും സംസാരിക്കുന്നൊക്കെ ഉണ്ട്, പക്ഷേ കെലിമ ചൊല്ലാൻ പറ്റണില്ല. നമ്മൾ വിചാരിക്കും കെലിമ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് എത്ര ചെറുതാണ്. ഈ ലോകത്തെ നമ്മുടെ ജീവിതത്തിൻ്റെ വിജയത്തിനും നാളെ പരലോകത്തെ ജീവിതത്തിൻ്റെ മഹാസൗഭാഗ്യങ്ങൾക്കും വഴിവെക്കുന്ന ഏറ്റവും വലിയ ആദർശ പ്രഖ്യാപനമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതാരെങ്കിലും മരിക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പറയാൻ നാവ് പൊങ്ങിയിട്ടുണ്ടെങ്കിൽ ആ ആൾക്ക് സ്വർഗത്തിലേക്ക് പോകാം, എൻട്രി പാസ്സാണത്. പക്ഷേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലാൻ പറ്റണില്ല. നമ്മൾ വിചാരിക്കുക എത്ര ചെറിയ വാക്കാ, ആർക്കും പറയാലോ എന്ന്. പറയാൻ പറ്റൂല കേട്ടാ, പറയാൻ ഈ നാവ് പൊങ്ങൂല. നിങ്ങൾക്കറിയോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉച്ചരിക്കാൻ ചുണ്ട് വേണ്ട, ചുണ്ടിൻ്റെ ആവശ്യമില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നങ്ങോട്ട് പറയാം, പക്ഷേ ഉച്ചരിക്കാൻ പറ്റണില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്നു, കണ്ടു, മരണത്തിൻ്റെ ഒരു വല്ലാത്ത പ്രയാസത്തിലാണ്. അപ്പോൾ ചോദിച്ചു, എന്താണോ ചെല്ലാൻ പറ്റാതിരിക്കാൻ കാരണം ഉണ്ടാവുമല്ലോ. ചോദിച്ചു, ഉമ്മയോട് വല്ല വിഷമമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഉണ്ട്, വർഷങ്ങളായി അല്ലെങ്കിൽ മാസങ്ങളായി ഉമ്മയിട്ട് മിണ്ടാറില്ല. എന്താ കാരണം? ഭാര്യയുടെ വാക്ക് കേട്ട് ഭാര്യ പറഞ്ഞു കൊടുക്കണതൊക്കെ വിശ്വസിച്ച് ഉമ്മയായിട്ടുള്ള കമ്മ്യൂണിക്കേഷനൊക്കെ നിന്ന് ഉമ്മയായിട്ട് പിണക്കത്തിലാണ്. എപ്പോഴും വിശുദ്ധ ഖുർആനിൻ്റെ ആയത്ത് തന്നെ ഒരാളെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കാര്യം അന്വേഷിക്കണം, അത് ശരിയാണോ എന്ന് അന്വേഷിക്കണം എന്നുണ്ട്. പക്ഷെ ഇതൊന്നും അന്വേഷിക്കില്ലല്ലോ പലരും. ഭാര്യ പറഞ്ഞു കൊടുത്തത് മുഴുവൻ ശരിയാണെന്ന് കരുതി ഭാര്യയുടെ സ്നേഹം കിട്ടാൻ വേണ്ടി ഉമ്മയെ അകറ്റി. അപ്പോൾ ഉമ്മയിട്ട് പിണക്കത്തിലാണ്. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഉമ്മയെ കൊണ്ടുവാ. ഉമ്മാനെ കൊണ്ടുവന്നിട്ട് ഉമ്മയോട് കാരണം ചോദിച്ചപ്പോഴും ഉമ്മ പറഞ്ഞു, അവൻ എന്നോട് പിണക്കത്തിലാണ്, ഭാര്യയുടെ ഇഷ്ടത്തിനനുസരിച്ചാണ്, ഞാൻ എന്ത് പറയാലും അവൻ കേൾക്കാറില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്നാൽ ഒരു കാര്യം ചെയ്യാം, ഈ അൽഖമ റളിയല്ലാഹു അൻഹുവിനെ ഒരു വലിയ അഗ്നികുണ്ഡത്തിലേക്ക് വലിച്ചെറിയാം എന്ന് പറഞ്ഞു. അപ്പോൾ ഉമ്മയുടെ നെഞ്ചു പിടച്ചു. അങ്ങനെയാണ് ഉമ്മമാർ. ഉമ്മാക്ക് സഹിക്കൂല. അഗ്നികുണ്ഡത്തിലേക്ക് വലിച്ചെറിയുന്നത് പോകട്ടെ, ഒന്ന് വീഴണത് സഹിക്കൂല അവർക്ക്, ഒന്ന് വെയിലത്തിരുന്ന് കളിക്കണത് സഹിക്കൂല അവർക്ക്. അതുകൊണ്ടാണല്ലോ വെയിലത്തിരുന്ന് കളിക്കുമ്പോൾ ഉമ്മ വിളിക്കും, തണലത്തേക്ക് മാറി നിൽക്കുമെന്ന് പറയും. ഉമ്മാക്ക് ഇതൊന്നും സഹിക്കാൻ പറ്റൂല, ഉമ്മാക്ക് സങ്കടമാണ്. അങ്ങനെയാണെങ്കിൽ എല്ലാ കാലത്തും നരകത്തിലേക്ക് പോകുന്നത് ഉമ്മാക്ക് സഹിക്കുമോ? ഒരിക്കലും സഹിക്കൂല. അപ്പോൾ പറഞ്ഞു, വേണ്ട റസൂലേ, എൻ്റെ മകന് ഞാൻ പുറത്തു കൊടുക്കുകയാണ്, എൻ്റെ മകൻ്റെ തെറ്റുകൾക്ക് ഞാൻ ഇതാ പുറത്തു കൊടുക്കുന്നു എന്ന് പറഞ്ഞതിന് ശേഷമാണ് അൽഖമ റളിയല്ലാഹു അൻഹുവിന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കെലിമ ചൊല്ലി മരിക്കാൻ സാധിച്ചത്. നമ്മൾ പഠിക്കണം. ഈ ലോക ജീവിതത്തിൽ ഏറ്റവും കടപ്പാട് അള്ളാഹുവിനോടാണ്, പിന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ്, പിന്നെ ഉമ്മയോടാണ്, വാപ്പയോടാണ്, മാതാപിതാക്കളോടും ഗുരുനാഥന്മാരോടും ഒക്കെ ആദരവും ബഹുമാനവും സ്നേഹവും കരുതലും അനുസരണയും ഒക്കെയുള്ള നല്ല മക്കളാകാൻ ബോധപൂർവമായ ശ്രമങ്ങളുണ്ടാകും.
ഉണ്ടാകണം. നിങ്ങളെയും എന്നെയും നരകത്തിലേക്കിടാൻ റെഡിയായി കാത്തിരിപ്പുണ്ട് ശൈത്താൻ. എങ്ങനെയെങ്കിലും നമ്മൾ അബദ്ധത്തിൽ ചാടിക്കും. നമുക്ക് മറ്റുള്ളവരെല്ലാം വലുതായി തോന്നും, നമ്മുടെ കൂട്ടുകാരാണ് വലുതെന്ന് തോന്നും. ഉപ്പയും ഉമ്മയും നോക്കുകുത്തികളായിട്ട് മാറുന്നൊരു കാലം അതുണ്ടാകരുത്. അവരായിരിക്കണം ജീവിതത്തിൻ്റെ വലുത്. അതുകൊണ്ടാണ് ഒരു വാക്കും കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിന്റെ സ്വർഗവും നിന്റെ നരകവും മാതാപിതാക്കളാണെന്ന്. എനിക്ക് സ്വർഗം കിട്ടണമെങ്കിൽ അവരെ അനുസരിച്ച്, അവരുടെ ഇഷ്ട താല്പര്യങ്ങൾക്കനുസരിച്ച് നല്ല നിലയിൽ അവരോട് സഹവസിച്ച്, നല്ല വാക്കുകൾ പറഞ്ഞ്, അവരെ ചേർത്ത് പിടിച്ച്, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച്, അവർ നമുക്ക് വേണ്ടി അനുഭവിച്ച കഷ്ടങ്ങളെക്കുറിച്ച് ഓർത്ത് അവരോടൊപ്പം നല്ല നിലയിൽ ജീവിക്കാൻ നമുക്ക് സാധിക്കുന്നുവെങ്കിൽ അൽഹംദുലില്ലാ, മാതാപിതാക്കൾ നമ്മുടെ സ്വർഗമാകും. അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത്, ഉമ്മമാരുടെ കാൽ കീഴിലാണ് സ്വർഗം. ആ സ്വർഗം കിട്ടാൻ ഉറപ്പായിട്ടും നമ്മൾ ശ്രമിക്കണം. കിട്ടും. അവരുടെ പ്രാർത്ഥന കൊണ്ട്, നമ്മുടെ ഇഷ്ടം കൊണ്ട്, അവർക്ക് വേണ്ടിയുള്ള നമ്മുടെ ഓരോ ശ്രമത്തിനും അവരുടെ കണ്ണ് നിറയും, അവരുടെ കൽബ് നിറയും. അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അള്ളാഹു അത് തട്ടിക്കളയില്ല. മാതാപിതാക്കളുടെ പ്രാർത്ഥനയ്ക്കും അള്ളാഹ്ക്കും ഇടയിൽ മറയില്ല എന്ന് നമ്മൾ പഠിക്കാം. അതുകൊണ്ട് തന്നെ അവരുടെ നരകവും അവരോടുള്ള വെറുപ്പും അവരോടുള്ള ഇഷ്ടക്കേടും അവരെ വേദനിപ്പിക്കുന്നതുമൊക്കെ നമുക്ക് നരകം കിട്ടാനും കാരണമാകും. ഒരിക്കലും അങ്ങനെ അവരെ സങ്കടപ്പെടുത്തിയിട്ട് ഒരു നരകത്തിലേക്ക് പോകുന്നൊരവസ്ഥ നമുക്കുണ്ടാകരുത് എന്ന് നമുക്കൊരു നിർബന്ധമുണ്ടാകണം. ശരിക്കും അവർ നമ്മുടെ വെളിച്ചവും അവർ നമ്മുടെ തെളിച്ചവും അവർ നമ്മുടെ സ്വർഗത്തിലേക്കുള്ള പാതയിൽ നമ്മുടെ വഴികാട്ടികളും നമ്മുടെ മുതൽക്കൂട്ടുമാണ് എന്ന ബോധമുണ്ടാവണം. അള്ളാഹു എല്ലാ നിലക്കും അനുഗ്രഹിക്കട്ടെ. വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകളെ ഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ച് കൂടുതൽ കൂടുതൽ ആലോചനകൾക്ക് വിധേയമാക്കി നന്മയുടെ വഴിയിലൂടെ നടക്കാൻ നമ്മൾ ശ്രമിക്കുക. നമ്മുടെ മാതാപിതാക്കൾക്ക് ഇഷ്ടമാകും, സന്തോഷമാകും. അവരുടെ സന്തോഷവും തൃപ്തിയും വരുംകാല ജീവിതത്തിലേക്ക് നമുക്ക് മുതൽക്കൂട്ടാകും. എല്ലാ നിലക്കും അള്ളാഹുവിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറുൽ മുസ്ലിമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ അബ്ദിക വനബിയിക മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.